ഹരേ കൃഷ്ണ. 58 ശ്ലോകം. അതഃ സത്സുദയാം കൃത്വാ ഭക്തവത്സലമാവ്രജ ഭക്താർത്ഥം സഗുണോ ജാതോ നിരാകാരോപി ചിന്മയ. അതഃ സത്സുദയാം കൃത്വാ, അതഃ അതുകൊണ്ട്, സത്സു സാധുജനങ്ങളുടെ മേലിൽ, ദയാം കൃത്വ ദയയെ, കൃത്വ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ട്, ഭക്തവത്സല അല്ലയോ ഭക്തവത്സലനായ ഭഗവാനെ, അവിടുന്ന് സജ്ജനങ്ങളുടെ മേൽ ദയ ചൊരിഞ്ഞിട്ട്, മാ വ്രജ, മാ എന്ന് പറഞ്ഞാൽ അരുത്, വ്രജ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി വിട്ടു പോകരുതേ, വ്രജ എന്ന് പറഞ്ഞാൽ വിട്ടുപോവുക, മാ വ്രജ ഭൂമി വിട്ട് പോകരുതേ, സജ്ജനങ്ങളുടെ മേൽ അങ്ങേക്ക് കാരുണ്യമുണ്ടാവേണമേ, കാരുണ്യം ചൊരിയണമേ. ഭക്താർത്ഥം സഗുണോ ജാതോ, ഭക്താർത്ഥം ഭക്തരുടെ പരിപാലനത്തിനായിക്കൊണ്ട്, സഗുണോ ജാതോ എന്ന് പറഞ്ഞാൽ സത്വഗുണ, സഗുണം എന്ന് പറഞ്ഞാൽ സത്വഗുണം, സത്വഗുണ ജാതക എന്ന് പറഞ്ഞാൽ അങ്ങ് ജനിച്ചത് ഈ സത്വഗുണ സ്വരൂപനായിക്കൊണ്ട്, സത്വസ്വരൂപനായിക്കൊണ്ട് അങ്ങ് ജനിച്ചിരിക്കുന്നത്. നിരാകാരോപി ചിന്മയ, നിരാകാരോപി നിരാകാരനാണെങ്കിലും അങ്ങ് ആരാണെന്ന്, ഭഗവാൻ ആരാണെന്ന് ഉദ്ധവർക്ക് നന്നായിട്ടറിയാം. അതാ പറഞ്ഞ നിരാകാരോപി, അങ്ങ് ആകാരമില്ലാത്തവനാണ്. എന്നിരുന്നാലും അല്ലയോ ഭഗവാനെ, ചിന്മയ, അങ്ങ് ജ്ഞാനസ്വരൂപനുമാണല്ലോ. അപ്പോൾ അങ്ങ് ജ്ഞാനസ്വരൂപനാണ്, അങ്ങ് നിരാകാരനാണ്. എന്നിരുന്നാൽ പോലും ഭഗവാനെ, അവിടുന്ന് ഇപ്പോൾ ഈ ശുദ്ധ സത്വസ്വരൂപമായി അങ്ങ് അവതരിച്ചിട്ടുണ്ടല്ലോ. അത് അങ്ങ് ഭക്തരെ സംരക്ഷിക്കാൻ വേണ്ടി, അങ്ങയുടെ ഭക്തരെ, അങ്ങയുടെ പ്രിയപ്പെട്ടവളായിട്ടുള്ള ഈ ഭൂമിദേവിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങ് ജനിച്ചത്. ഇപ്പോൾ ആകട്ടെ അങ്ങ് ഈ ഭൂമി വിട്ടു പോയി കഴിഞ്ഞാൽ, ദുഷ്ടന്മാരെ കൊണ്ട് പെരുകുന്ന ഈ ഭൂമിയെ രക്ഷിക്കുവാൻ വേറെ ആരാണുള്ളത് അങ്ങല്ലാതെ. അതുകൊണ്ട് ഭഗവാനെ അങ്ങ് വിട്ടു പോകരുതേ. ഇനിയും ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തഥാ ഭാരവതി ഭൂമിർ, അല്ല ക്ഷമിക്കണം, 58 ശ്ലോകം. അധഃ സത്സുദയാം കൃത്വാ ഭക്തവത്സലമാവ്രജ ഭക്താർത്ഥം സഗുണോ ജാതോ നിരാകാരോപി ചിന്മയ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അധഃ എന്നുള്ളത് വിസർഗമുണ്ട്, അതുപോലെ ചിന്മയ അവിടെയും വിസർഗമുണ്ട്. ഇനി അടുത്ത 59 ശ്ലോകം. ത്വദ്വിയോഗേന തേ ഭക്താഃ കഥം സ്ഥാസ്യന്തി ഭൂതലേ നിർഗുണോപാസനേ കഷ്ടമതഃ കിഞ്ചിദ്വിചാരയ. ത്വദ്വിയോഗേന, അങ്ങയുടെ വിയോഗം കൊണ്ട്, തേ ഭക്താഹ, തേ അങ്ങയുടെ ഭക്താഹ ഭക്തർ, കഥം സ്ഥാസ്യന്തി ഭൂതലേ, കഥം എങ്ങനെ, സ്ഥാസ്യന്തി എന്ന് പറഞ്ഞാൽ ഇവിടെ വസിക്കും, ഇവിടെ ഭൂതലേ ഭൂമിയിൽ, അങ്ങയുടെ ഭക്തരെങ്ങനെ അങ്ങില്ലാത്ത ഈ ഭൂമിയിൽ വസിക്കും. അവർക്കൊക്കെ താല്പര്യം അങ്ങുള്ളിടത്തിരിക്കാനാണ്. അങ്ങില്ലാത്തടത്തിരിക്കാൻ അങ്ങയുടെ ഭക്തർക്ക് എങ്ങനെയാണ് കഴിയുക? നിർഗുണോപാസനേ കഷ്ടമത കിഞ്ചിദ്വിചാരയ. നിർഗുണോപാസനെ, അങ്ങ് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഈ നിർഗുണസ്വരൂപത്തെ ഉപാസിക്കുക എന്ന് പറയുന്ന, അങ്ങ് സർവ്വവ്യാപിയാണെന്നറിയാം, നിരാകാരനാണെന്നറിയാം. പക്ഷെ ഇന്നങ്ങ് രൂപമെടുത്തിരിക്കുന്ന അങ്ങയെ ധ്യാനിക്കുന്നത് പോലെ, രൂപമില്ലാത്ത അങ്ങയെ ധ്യാനിക്കുക ഭക്തർക്ക് എളുപ്പമല്ലല്ലോ. അങ്ങനെ അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, നിർഗുണോപാസനെ, അങ്ങനെ നിരാകാരനായിരിക്കുന്ന അങ്ങയെ ഉപാസിക്കുക എന്നത് കഷ്ടമത, കഷ്ടം അധഃ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ്. കഷ്ടമതഃ, കഷ്ടം എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. അധഃ അതുകൊണ്ട്, കിഞ്ചിത് വിചാരയ, കിഞ്ചിത് വിചാരയ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് കിഞ്ചിത് വിചാരയ. കിഞ്ചിത് എന്ന് പറഞ്ഞാൽ അല്പമെങ്കിലും, വിചാരയ വിചാരിച്ച് എന്ന് പറഞ്ഞാൽ വിചാരിച്ച് അങ്ങ് കാരുണ്യം ചൊരിയണമേ. അതുകൊണ്ട് ഭഗവാനെ, അങ്ങ് വിട്ടുപോയി കഴിഞ്ഞാൽ ഭക്തരുടെ കാര്യം അതീവ കഷ്ടമാണ്. അതുകൊണ്ട് അങ്ങ് അല്പമെങ്കിലും വിചാരിച്ച് കാരുണ്യം ചൊരിയണമേ ഭക്തരുടെ മേൽ. അങ്ങ് പോയിക്കഴിഞ്ഞാൽ, അങ്ങ് ഈ ഭൂമി വിട്ടു പോയിക്കഴിഞ്ഞാൽ, അങ്ങയുടെ ആ വിരഹത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ ഭക്തർ ഈ ഭൂമിയിൽ എങ്ങനെ വസിക്കും? അവർ ദുഃഖാർത്തരായി കഴിഞ്ഞുകൂടേണ്ടി വരും. അത് അങ്ങയുടെ ഭക്തരെ കഷ്ടപ്പെടുത്തുന്നത് അങ്ങയ്ക്ക് സഹിക്കാനാവുമോ? കഷ്ടപ്പെടുന്നത്, വിഷമിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ, ആ
തന്നെയല്ല, ഇനി അങ്ങയെ ധ്യാനിക്കാമെന്ന് വെച്ചാലാകട്ടെ അങ്ങയുടെ ആ ഒരു സഗുണ സ്വരൂപം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ നിർഗുണ സ്വരൂപത്തെ ധ്യാനിക്കുക, അതിനെ ഉപാസിക്കുക എന്ന് പറയുന്നത് ഭക്തർക്ക് അതിലേറെ കഷ്ടമാവും. അതുകൊണ്ട് അങ്ങ് അല്പം കരുണ ചൊരിയണമേ, ഭക്തരിൽ അങ്ങ് ഇവിടം വിട്ടു പോകരുതേ എന്ന് അപേക്ഷിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ത്വദ്വിയോഗേന തേ ഭക്താഃ കഥം സ്ഥാസ്യന്തി ഭൂതലേ നിർഗുണോപാസനേ കഷ്ടമതഃ കിഞ്ചിദ്വിചാരയ. ഇവിടെ വായിക്കുമ്പോൾ ത്വദ്വിയോഗേന, ആ ദ്വ കഴിയുന്നതും അങ്ങനെ തന്നെ വായിക്കാൻ ശ്രമിക്കുക, പദം പിരിക്കണ്ട അവിടെ. പിന്നെ ഭക്താഃ, അവിടെ ഒരു വിസർഗമുണ്ട്, അതും ശ്രദ്ധിക്കുക. കഷ്ടമതഃ, അവിടെ അതഃ എന്നുള്ളിടത്ത് വിസർഗം. അതുപോലെ കിഞ്ചിദ്വിചാരയ, ദ്വി അവിടെയും ശ്രദ്ധിക്കുക, കിഞ്ചിദ്വിചാരയ. 60-ാമത്തെ ശ്ലോകം. ഇത്യുത്ഥവവചഃ ശ്രുത്വാ പ്രഭാസേ ചിന്തയദ്ധരി ഭക്താവലംബനാർത്ഥായ കിം വിധേയം മയേതി ച. ഇത്യുത്ഥവവചഃ, ഇതി ഉത്ഥവവചഃ, ഇപ്രകാരം ഉത്ഥവര് പറഞ്ഞ വാക്കുകൾ ശ്രുത്വ കേട്ടിട്ട്, പ്രഭാസേ ചിന്തയദ്ധരി, പ്രഭാസേ അചിന്തയത് ഹരി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് പ്രഭാസേ ചിന്തയദ്ധരി എന്ന് പറഞ്ഞാൽ പ്രഭാസേ, ആ പ്രഭാസം എന്ന ആ തീർത്ഥസ്ഥാനത്തിൽ അചിന്തയത് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. ആര്? ഹരി, ആ ശ്രീഹരി ഭഗവാൻ ഇപ്രകാരം ചിന്തിച്ചു. എന്നിട്ടോ ഭക്താവലംബനാർത്ഥായ കിം വിധേയം മയേതി ച. ഭക്താവലംബനാർത്ഥായ, ഭക്തജനങ്ങളുടെ അവലംബനത്തിനായിക്കൊണ്ട്, ആശ്രയത്തിനായിക്കൊണ്ട്, കിം വിധേയം, കിം എന്താണ്, വിധേയം ഞാൻ ചെയ്യേണ്ടത് എന്താണ്, മയേതി ച, മയേതി മയ ഇതി ച, എന്നാൽ എന്താണ് ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എൻ്റെ ഭക്തർക്ക് ഒരു ആശ്രയത്തിനായിക്കൊണ്ട് എന്നിപ്രകാരം ഭഗവാൻ ചിന്തിച്ചു. അപ്പോൾ ഭഗവാന് ഉദ്ധവരുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ, ഭക്തവത്സലനായ ഭഗവാന് തൻ്റെ ഭക്തരെ ദുഃഖിക്കേണ്ടി വരുമെന്നോർത്തപ്പോൾ അവിടെ ഭഗവാൻ വീണ്ടും അങ്ങ് ഭക്തവത്സലനായ ഭഗവാൻ ആ വാത്സല്യത്താൽ അലിഞ്ഞുപോയി. അങ്ങനെ ഇപ്രകാരം ചിന്തിച്ചു, ഞാൻ എന്താണ് എൻ്റെ ഭക്തർക്ക് വേണ്ടി ഇനി ഇവിടെ ചെയ്യാൻ കഴിയുക, എനിക്ക് എന്താണ് ഞാനിവിടെ എന്നാൽ ചെയ്യപ്പെടേണ്ടത്. ഇത്യുത്ഥവവചഃ ശ്രുത്വാ പ്രഭാസേ ചിന്തയദ്ധരി ഭക്താവലംബനാർത്ഥായ കിം വിധേയം മയേതി ച. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്യുത്ഥവവച ആണ്. അവിടെ ഉത്ഥവവചഃ, 1 ഉകാരം, 2 ആ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതേപോലെ പ്രഭാസേ ചിന്തയദ്ധരി, അവിടെ എകാരം നീട്ടിയെടുക്കണം. അതുപോലെ ഹരി എന്ന് വരുന്നിടത്തെ വിസർഗം പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ ഭക്താവലംബനാർത്ഥായ, ഭക്ത അവലംബനാർത്ഥായാണ്, അതുകൊണ്ട് ഭക്താവലംബനാർത്ഥായ ആകാരം നീട്ടിയെടുക്കുക. 61-ാമത്തെ ശ്ലോകം. സ്വകീയം യത് ഭവത്തേജസ്തദ്വൈ ഭാഗവതേ ദധാത് തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ് ഭാഗവതാർണവം. ഭഗവാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചതിന് ശേഷം ഭഗവാന് സ്വകീയം യത് ഭവത്തേജസ്തദ്വൈ, ഇനി ഭഗവാൻ എന്താ ചെയ്തത്? സ്വകീയം എന്ന് പറഞ്ഞാൽ തൻ്റേതായ യാതൊരു ഭവത്തേജസ്തദ്വൈ, ഭവേത് തേജസ് തത്, ഭവേത് തേജസ് തദ്വൈ, ഒരു വൈ കൂടിയുണ്ട്, ഭവേത് തേജസ് തത് വൈ, 4 വാക്കുകളാണ്. ഭവേത് എന്ന് പറഞ്ഞാൽ അതിനെ, അതായത് തൻ്റേതായിട്ടുള്ള തേജസ്, യാതൊരു തേജസ്സാണോ ഉള്ളത്, തത് അതിനെ, ഭാഗവതേ ദധാത്, ഭാഗവതേ അദധാത്, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഭാഗവതേ ദധാത്. ഭാഗവതേ, ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിൽ അദധാത് അങ്ങോട്ട് സന്നിവേശിപ്പിച്ചു, ലയിപ്പിച്ചു ഭഗവാൻ. അപ്പോൾ ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് മറിഞ്ഞപ്പോൾ തൻ്റേതായ തേജസ്
യാതൊരു തേജസ്സാണോ തൻ്റേതായിട്ടുണ്ടായിരുന്ന ആ തേജസ്സിനെ ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിൽ ലയിപ്പിച്ചു. തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ് ഭാഗവതാർണവം. തിരോധായ എന്ന് പറഞ്ഞാൽ മറിഞ്ഞതിന് ശേഷം, ഭഗവാൻ തൻ്റെ ദേഹത്തെ അങ്ങോട്ട് ഉപേക്ഷിച്ചതിന് ശേഷം, പ്രവിഷ്ടോയം, പ്രവിഷ്ട അയമാണ് പ്രവിഷ്ടോയം. പ്രവിഷ്ട എന്ന് പറഞ്ഞാൽ കുടിയിരുന്നു. എവിടെ? ശ്രീമദ് ഭാഗവതാർണവം. ഈ ശ്രീമദ് ഭാഗവതമാകുന്ന അർണവം എന്ന് പറഞ്ഞാൽ സാഗരം, സമുദ്രത്തിൽ ഭഗവാൻ തൻ്റെ ആ തേജസ്സിനെ ഇതിനുള്ളിൽ ലയിപ്പിച്ച് ഭഗവാൻ സ്വയം ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിൽ അങ്ങോട്ട് കുടിയിരുന്നു. അതായത് ഇതിലെ ഓരോ വരിയിലും ഓരോ വാക്കിലും ഭഗവാൻ തൻ്റെ തേജസ്സിനെ ചേർത്ത് വെച്ചിരിക്കുന്നു. ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും ഭഗവാന്റെ ആ സാന്നിധ്യം, ആ ആനന്ദം അനുഭവവേദ്യമാകും. അതാണ് പറഞ്ഞാൽ തൻ്റേതായ തേജസ് യാതൊന്നാണോ ഉള്ളത് അതിനെ ഇതിലേക്ക് അങ്ങോട്ട് ലയിപ്പിച്ചു. അതുകൊണ്ട് ഈ ഭാഗവതത്തിലെ ഓരോ വരിയിലും ഓരോ വാക്കിലും സജ്ജനങ്ങളൊക്കെ, സുഹൃതികൾക്കൊക്കെ ഭഗവാനെ അങ്ങനെ കാണാനാവുന്നു, അനുഭവിക്കാനാവുന്നു. ഭഗവാന്റെ ഒരു അതിയായ കൃപയാണ്, കാരുണ്യമാണ്. യോഗീശ്വരന്മാരൊക്കെ എത്ര കഠിനമായ യോഗം ചെയ്തിട്ട് തപസ് ചെയ്തിട്ടൊക്കെ എന്നാൽ പോലും കാണുക ദുർലഭമായിട്ടുള്ള ദുഷ്കരമായിട്ടുള്ള ആ തേജസ്സിനെ, ആ ആനന്ദത്തെ ഭഗവാൻ ഈ ഭാഗവത ഗ്രന്ഥത്തിൽ ഭക്തർക്കായി കൊണ്ട് ലയിപ്പിച്ചു തന്നിട്ടാണ് ഭഗവാൻ പോയിരിക്കുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സ്വകീയം യത് ഭവത്തേജസ്തദ്വൈ ഭാഗവതേ ദധാത് തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ് ഭാഗവതാർണവം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭവേത്തേജസ് തദ്വൈ, അത് ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഭാഗവതേദധാത്, ഭാഗവതേയെ അവിടെ എകാരം നീട്ടിയെടുക്കുക. അതുപോലെ പ്രവിഷ്ടോയം, അവിടെയും ഒകാരം നീട്ടിയെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. 62ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.